ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആര്യൻ മിത്രയ്ക്ക് വരനാകണം എന്നുള്ള കാര്യം ഗോമതി പറയുവാണ്. നമുക്ക് മിത്രയെ വീട്ടിലോട്ട് കൊണ്ടുപോകാം, വീട്ടിൽ കൊണ്ടുപോയി അവിടെ അവളെ താമസിപ്പിക്കാം, അവളെ മനസ്സിലാക്കുന്ന ഒരു പയ്യൻ വേണം എന്നുള്ള കാര്യം ഗോമതി പറയുമ്പോൾ അങ്ങനെ ഒരു പയ്യനെ അവൾക്ക് കിട്ടും എന്നുള്ള കാര്യം നമ്മുടെ ആര്യം പറയാം. അവൾക്ക് അങ്ങനെ ഒരു പയ്യനെ കിട്ടും, പക്ഷെ അത് പുറത്തുനിന്ന് കിട്ടില്ല, ദേവമംഗലത്തുനിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുക കേട്ടോ നമ്മുടെ ആര്യൻ. ദേ മോനെ, ഭഗവാൻ നമ്മളെ ഗുരുവായൂരിൽ എത്തിച്ചു, നമ്മുടെ തൊട്ടടുത്ത് മിത്രയെയും എത്തിച്ചു. അപ്പോൾ ഇങ്ങനെ ആരും നോക്കൂ, അമ്മ എന്താ പറയണേന്ന് മീനുവിന് മനസ്സിലാകുന്നില്ല. തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയ നമ്മളെ ഭഗവാൻ വിടാതെ ഇവിടെ തടഞ്ഞു നിർത്തി, അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. ഇപ്പോൾ ഹോട്ടലിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ആരിൽ നിന്ന് ഒരു അഭാവത്തിന് പേടിയായി തുടങ്ങി. മീനു ഇങ്ങനെ നോക്കും അമ്മയെ തന്നെ, അമ്മ എന്താ ഉദ്ദേശിക്കുന്നതെന്നോർത്ത്. അപ്പോൾ എല്ലാത്തിൻ്റെയും പിന്നിൽ ഭഗവാൻ ചിലത് കണ്ടിരുന്നു എന്ന് നമ്മുടെ ഗോമതി പറഞ്ഞു. അപ്പോൾ എന്ത് കണ്ടിരുന്നു എന്ന് അമ്മ എന്താ പറയണേന്ന് മീനു ചോദിച്ചു. അപ്പോൾ കുഞ്ഞുനാളിൽ എപ്പോഴോ ഞാനൊന്ന് ആഗ്രഹിച്ചിരുന്നു എൻ്റെ മോനു വേണ്ടി മിത്രയെ. മോനെ എടാ, അമ്മ പറയുന്നത് നീ കേൾക്കണം. മിത്രയുടെ ജീവിതം ഇപ്പോൾ ഒരു നൂൽപ്പാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിന് പരിഹാരം കാണാൻ നമ്മളെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇവിടെ തന്നെ അവളിന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചതും നീ കണ്ടില്ലേ എന്ന് ചോദിച്ചു. കൃഷ്ണമംഗലത്തെ അനന്തേട്ടൻ ജീവൻ എടുക്കാൻ ശ്രമിച്ചു. എന്തെല്ലാം ദുരന്തങ്ങളാണ് മോനെ സംഭവിച്ചത്, അതെല്ലാം നീ കാണുകയും കേൾക്കുകയും ചെയ്തതല്ലേ. ഇതിനെ എങ്ങനെ മറികടക്കാമെന്ന് അമ്മയെ ആലോചിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എത്രയൊക്കെ ആലോചിച്ചിട്ടും എൻ്റെ ഒറ്റ ഒരു ഉത്തരം മാത്രമേ എൻ്റെ മനസ്സിൽ കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് കേൾക്കാൻ ആര്യൻ ഇങ്ങനെ നോക്കി നിൽക്കുക. നീ മിത്രയുടെ കഴുത്തിൽ താലി കെട്ടണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആര്യൻ നടുങ്ങിപ്പോയി. അതുപോലെ തന്നെ മീനു ഇങ്ങനെ ആകെ വല്ലാതെ നിൽക്കുക കേട്ടോ. ആര്യൻ വല്ലാണ്ടായിട്ട് നിൽക്കുക. അറിയാം, അമ്മയ്ക്കെല്ലാം അറിയാം. നിനക്കൊരായിരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടാകും എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ മോനെ, ഒന്നിനു പോലും ഉത്തരം തരാൻ ഈ അമ്മയ്ക്ക് അറിയില്ല. അമ്മയുടെ കൈകളിൽ ഉത്തരങ്ങളില്ല. പക്ഷേ ഈ ഒരു കാര്യം അത് അമ്മ പറയുന്ന ഉത്തരം ചിലപ്പോൾ തെറ്റായതുകൊണ്ടാവാം അമ്മയ്ക്കത് പറയാൻ പറ്റാത്തത്. വിവാഹം എന്നൊക്കെ പറയുന്നത് വിവാഹം ചെയ്യാൻ പോകുന്ന സ്ത്രീയും പുരുഷനും തീരുമാനിക്കേണ്ടതാണെന്നും അവരുടെ സമ്മതം വേണമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗോമതി പറയാം. പക്ഷെ ഇവിടെ നീ അമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്തേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ഇതേ പറയുവാണ് ഗോമതി ആര്യനോട്. പാവ ആര്യൻ ധർമ്മസങ്കടത്തിലായി. അങ്ങനെ ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു ഉത്തരം ഇതിൻ്റെ കാര്യമുള്ളൂ. പക്ഷേ ആര്യനത് കൊടുക്കാൻ പറ്റുന്നില്ല. നീ മിത്രയെ വിവാഹം ചെയ്യണം മോനെ, ചെയ്തേ പറ്റും മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അങ്ങനെ ആര്യൻ്റെ മുന്നിൽ കൈകൂപ്പി ആര്യൻ്റെ കാല് പിടിക്കുകയാണ് നമ്മുടെ ഗോമതി. അപ്പോൾ അമ്മ എന്തൊക്കെയാ പറയുന്നേ? ആ കുടുംബത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് ആര്യൻ്റെ ജീവിതം കൊണ്ടല്ല പരിഹാരം ചെയ്യേണ്ടതെന്ന് മീനു പറഞ്ഞു. അമ്മേ, അത് മാത്രമല്ല അമ്മേ, ഞാൻ അവളും തമ്മിൽ എങ്ങനെ യോജിക്കാനാ? എന്നും വഴക്ക് കൂടുന്നവര്, തമ്മിൽ കണ്ട് കൊല്ലാൻ നിൽക്കുന്നവരാണെന്ന് ആര്യം പറഞ്ഞപ്പം അതുമാത്രമല്ല, ഇങ്ങനെയാണ് കല്യാണം തീരുമാനിക്കേണ്ടത്. അവിടെ അച്ഛനെ അറിയിക്കണ്ടേ, കൃഷ്ണമംഗലത്ത് അറിയിക്കണ്ടേ? അവരോടൊക്കെ ആലോചിച്ചിട്ടല്ലേ കല്യാണം നടത്തേണ്ടത് എന്ന് മീനു ചോദിച്ചു. അവരോട് ആലോചിച്ചാൽ ഈ കല്യാണം നടക്കില്ല എന്ന് ഗോമതി പറഞ്ഞു. നടക്കണ്ട, ആർക്കാണ് ഈ നിർബന്ധം? ഈ കല്യാണം നടക്കണമെന്ന്. അപ്പൊ എൻ്റെ നിർബന്ധമാണെന്ന് ഗോമതി ആര്യനോട് പറയുന്നു. പാവ ആര്യൻ ധർമ്മസങ്കടത്തിലായേ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് വേണം നമുക്കിവിടെ നിന്ന് തിരിച്ചു പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഗോമതി കടുത്ത തീരുമാനം എടുക്കുക. മിത്ര മുറച്ചെറുക്കനോടൊപ്പം തന്നെയാണ് വന്നതെന്നും ഗുരുവായൂരിൽ കല്യാണം കഴിച്ചിട്ടാണ് അന്തസ്സായി തിരിച്ചു വരുന്നതെന്നും നാട്ടുകാർ പറയണം, അറിയണം, കേൾക്കണം, കാണണം. ഇതൊക്കെ ഗോമതി പറയാം. മിത്രയുടെ ജീവിതത്തിൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ വിവാഹം അതുടനെ തന്നെ നടക്കണം മോനെ എന്ന് പറഞ്ഞു. ഇത് അമ്മ കണ്ടെത്തുന്ന ഓരോ ന്യായങ്ങളല്ലേ, ഇതിനൊന്നും ഒരു അർത്ഥവും ഇല്ലമ്മയെന്ന് പറഞ്ഞു മീനു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അല്ല, ഒരിക്കലും അല്ല, മിത്രയും ആര്യനും ഒന്നിക്കണമെന്നുള്ളത് ദൈവനിശ്ചയമായിട്ടാണ് ഞാൻ കരുതുന്നതെന്ന് നമ്മുടെ ഗോമതി അന്നേരം പറഞ്ഞു. ആര്യ മോനെ, അമ്മ പറഞ്ഞു നീ കേക്കടാ, നീ കേട്ടില്ലേ, നിന്റെ കാല് പിടിക്കാടാന്ന് പറഞ്ഞോണ്ട് ഗോമതി ആര്യൻ്റെ കാല് പിടിച്ച് യാചിക്കുക കേട്ടോ. കാലിൽ വീണ് കരഞ്ഞു. അപ്പോഴേക്കും ആര്യനും അതുപോലെ നമ്മുടെ മീനുവും കൂടി ഇങ്ങനെ എടുത്തിങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ ഇരുത്തി അമ്മയെ സമാധാനിപ്പിക്കുക. പാവ ആര്യൻ്റെ ഒരു അവസ്ഥയെ എന്ത് ചെയ്യണം? എൻ്റെ അമ്മ എന്നോട് ആദ്യമായും അവസാനമായും ആവശ്യപ്പെട്ടൊരു കാര്യം, അതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമ്മയുടെ മനസ്സിലെ ആഗ്രഹം അത് ഇതായിരുന്നായിരിക്കാം. ഞങ്ങളുടെ കല്യാണം നടന്ന് കാണാൻ അമ്മ മോഹിച്ചിട്ടും ഉണ്ടാകാം. പക്ഷേ കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങി മാറിയത് കാരണം ആ ആഗ്രഹം നടക്കില്ല എന്ന് എൻ്റെ അമ്മ കരുതിയിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പം ഞാൻ അമ്മയ്ക്ക് അപ്രതീക്ഷിതമായ ഒരു അവസരം വീണ് കിട്ടി. അതുകൊണ്ടായിരിക്കും അമ്മ ഈ കല്യാണക്കാര്യം ഇപ്പം എൻ്റെ മുന്നിൽ പറയുന്നത്. എൻ്റെ അമ്മയുടെ ആഗ്രഹം ഇതാണെങ്കിൽ എൻ്റെ ജീവൻ കൊടുത്തും ഞാനത് നേടും, അല്ലെങ്കിൽ ഞാനത് ചെയ്യും എന്നൊക്കെ നമ്മുടെ ആരും തീരുമാനിക്കുക കേട്ടോ.
എന്നിട്ട് ആര്യൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്നിട്ട് അമ്മയോട് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ അവിടെ നിന്ന് പോകുമ്പോൾ മീനുവിനും ആകെ സങ്കടമായി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന മിത്രയെയും അതുപോലെ തന്നെ കാവ്യയുടെയൊക്കെ അമ്മയാണ്. അവർ അവിടെ നിന്ന് ഇങ്ങനെ മിത്രയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോമതിയും മീനും ഒക്കെ കൂടെ അങ്ങോട്ടേക്ക് വന്നു. അപ്പം മിത്രയുടെ അടുത്ത് ചെന്നിരിക്കുക. അങ്ങനെ നീ ഇനി എന്ത് ചെയ്യാൻ പോവുക എന്ന് ഗോമതി മിത്രയോട് ചോദിക്കുന്നു. മിത്രയ്ക്കൊന്നും അറിയില്ല. മിത്ര ഇങ്ങനെ തലയും കുമ്പിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ, ഉത്തരവില്ല ചോദ്യത്തിന്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ മിത്രയെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പം മോളെ, നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ തീരുമാനം അതെന്താണെന്ന്. എല്ലാ തീരുമാനങ്ങളും ഇപ്പം നീയല്ലേ എടുക്കുന്നത്, നീ ഒറ്റയ്ക്കല്ലേ എടുക്കുന്നത്. അപ്പം പറ, എന്താ അടുത്ത തീരുമാനം? എന്താ വീട്ടിൽ തിരികെ പോകുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞില്ലേ അപ്പച്ചി, എനിക്ക് വീട്ടിലോട്ട് പോകാൻ ഇനി പറ്റില്ല, ഞാൻ പോകില്ല എന്ന്. പക്ഷേ ഞങ്ങൾക്ക് പോയേ പറ്റുമെന്ന് ഗോമതി അന്നേരം പറയാം. മിത്ര ഇത് കേട്ടിട്ട് നിങ്ങളെല്ലാവരും പൊയ്ക്കോളാൻ പറഞ്ഞു. എല്ലാവരും പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് മിത്ര ഇങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പം നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകണം അല്ലേ? അതാണ് നീ പറഞ്ഞത്. പിന്നെ ഞാൻ എന്താ അപ്പച്ചി ചെയ്യേണ്ടതെന്ന് മിത്ര ഗോമതിയോട് ചോദിക്കാം. ഞാനൊരു കാര്യം പറയാൻ പോവാ. നീ എൻ്റെ ചേട്ടൻ്റെ മോളാ, എൻ്റെ രക്തം. നിന്നെ എനിക്ക് പെരുവഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി ഞാനൊരു തീരുമാനം എടുത്തു. ചോദ്യങ്ങളും ആരോപണങ്ങളും ഒന്നും നിന്റെ നേർക്ക് വന്ന് വീഴാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത് എന്നിങ്ങനെ പറയാം. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കേൾക്കാൻ ആകാംക്ഷയോടെ നിൽക്കുക കേട്ടോ. അതിനൊക്കെ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ പറയണു. ഗുരുവായൂരിൽ വെച്ച് വിവാഹം കഴിക്കാനായിരുന്നല്ലോ നീ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത്. അതെ. അതുപോലെ ഈ ഗുരുവായൂരിൽ വെച്ച് നിന്റെ കല്യാണം നടക്കും. നിന്നെ ആര്യൻ വിവാഹം കഴിക്കും എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ മിത്ര ഞെട്ടി. മിത്രയ്ക്ക് ഭയങ്കര ദേഷ്യം അപ്പോഴേക്കും ഗോമതിയോട്. അപ്പോൾ അങ്ങനെ അത് കേട്ട് മിത്ര ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. എല്ലാവരും ഇങ്ങനെ അന്നേരത്തേക്കും കണ്ണും തുറച്ചിങ്ങനെ നോക്കുക. അപ്പോൾ അവനോ എന്ന് ചോദിച്ചപ്പം അതെ, എനിക്കറിയാം നിന്റെ ഏറ്റവും വലിയ ശത്രു അത് ആര്യനായിരുന്നു എന്നുള്ളത്. ആര്യൻ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിട്ടുള്ളതും നിന്നോടാണെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചി വഴക്കുണ്ടാക്കിയത് കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ഒന്നുമല്ല എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വേണം, കല്യാണം കഴിച്ചേ പറ്റൂ എന്ന് ഗോമതി തറപ്പിച്ച് പറയുന്നു. കാവ്യൊക്കെ അന്നേരം ഇങ്ങനെ നോക്കുക കേട്ടോ. നിന്റെ കല്യാണം ഇവിടെ വേണമെന്നുള്ളത് ഭഗവാന്റെ കൂടി ആഗ്രഹമാണെന്നുള്ള കാര്യവും പറയുന്നു നമ്മുടെ ഗോമതി. ഇങ്ങനെ നോക്കുക കേട്ടോ നമ്മുടെ മീനുമൊക്കെ. ഇതിനായിട്ടാ ഞങ്ങളെയും ജാനകിയേച്ചിയൊക്കെ ഭഗവാൻ ഗുരുവായൂരിൽ എത്തിച്ചത്, ഇവിടെ പിടിച്ച് നിർത്തിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. നോക്കും ഇത്ര മോളെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ആര്യന് പൂർണ്ണ സമ്മതമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത്രയ്ക്കും ആയതായിട്ട് നിൽക്കുവാണ്. എന്തൊരു കഷ്ടമാണെന്ന് ഓർത്ത്. കാവ്യം അതുപോലെ അവരെല്ലാവരും ഇങ്ങനെ നോക്കുക. മോക്ക് ജീവിതത്തിൽ ഒന്നിക്കാൻ വേണ്ടിയായിരിക്കും ഭഗവാൻ ആദ്യം നിങ്ങളെ ശത്രുക്കളാക്കി നിർത്തിയതെന്നും ഗോമതി മിത്രയോട് പറയുന്നു. നിന്നോടുള്ള സഹതാപത്തിനപ്പുറം, നിന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള താല്പര്യത്തിനും അപ്പുറം മോളെ, നിന്നെ എൻ്റെ മരുമകളായിട്ട് കിട്ടാനുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മിത്രയോട് നമ്മുടെ ഗോമതി പറയണു. മിത്ര ഇങ്ങനെ നോക്കി നിൽക്കും, എന്ത് ചെയ്യണ്ട ഇതൊന്നും അറിയാതെ. ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. ഈ വിവാഹത്തിന് നീ സമ്മതിക്കണം, സമ്മതിച്ചേ പറ്റുമെന്ന് ഗോമതി പറഞ്ഞിട്ട് ഗോമതി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് നമ്മുടെ ജാനകി അമ്മ മോളെ എല്ലാം ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ, അതിനനുസരിച്ച് നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ മിത്ര അവിടെ നിന്ന് വായും പിടിച്ച് ഇങ്ങനെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഓ എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞ് നമ്മുടെ ആര്യൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു ഒറ്റപ്പെട്ട്. അപ്പോഴത്തേക്ക് മീനും ആര്യൻ്റെ അടുത്തേക്ക് ചെന്നു. ആര്യ എന്നും പറഞ്ഞ് വിളിച്ച്. നിന്റെ മനസ്സ് ഒരു കടൽ പോലെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടടാ ആര്യ. ഞാൻ ആരുടെയും ഭാഗം പിടിക്കാതെ പറയാം നിന്നോട്. ഇത് നിന്റെ ജീവിതമാണ്. മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ടല്ല നീ ഇവിടെ തീരുമാനം എടുക്കേണ്ടത്. കല്യാണം നടത്തുന്നത് വരെ അമ്മയും ഞാനും എല്ലാവരും കാണും. പിന്നെ അത് കഴിഞ്ഞാൽ ജീവിക്കേണ്ടത് നീയും ഇത്രയാണെന്നുള്ള കാര്യം മറക്കരുത് എന്നിങ്ങനെ പറഞ്ഞു. അമ്മ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. ദേഷ്യവും സങ്കടവും ഒക്കെ ആയിട്ട് ആകെ ഒരു വിഭ്രാന്തിയിലൂടെയാണ് കടന്നു പോകുന്നത്. അമ്മ ഇന്നത്തെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നിന്റെ ജീവിതം എത്രയോ വർഷം നീണ്ടു കിടക്കുകയാണെന്നും നിനക്ക് നിൻ്റെതായ സ്വപ്ന ആഗ്രഹമൊക്കെ ഉണ്ടെന്നും അമ്മയുടെ തലയിൽ കയറുന്നതേ ഇല്ല. അമ്മ നിന്നോട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് അമ്മയ്ക്ക് പോലും ഓർമ്മ കാണില്ല എന്നൊക്കെ മീനു ആര്യനോട് പറയണം. അതെ, 2 ദിവസം കഴിഞ്ഞ് അമ്മ സാധാരണ നിലയിൽ എത്തുമ്പോഴായിരിക്കും വേണ്ടായിരുന്നു എന്ന് അമ്മയ്ക്ക് തോന്നുന്നത്. അപ്പം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു മീനു. ഇഷ്ടമല്ലാതെ ഈ ഒരു കല്യാണം കഴിക്കേണ്ട ആവശ്യം നിനക്കില്ല. നീ എന്നോട് പറ, ഞാൻ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. മിത്രയെ തിരികെ വീട്ടിലെത്തിച്ച് കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആര്യൻ ഒന്നും മിണ്ടുന്നില്ല. മിത്രയെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് പറയാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നിന്റെ മുന്നിലുള്ളൂ ആര്യ.
ഞാൻ ആകാശിനെ കല്യാണം കഴിച്ചത് പരസ്പരം ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചതും അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടല്ലേ. പക്ഷേ ഈ കാര്യം അങ്ങനെയാണോടാന്ന് ചോദിച്ചു. ഇങ്ങനെ ഒരു കല്യാണം നടക്കുന്നത് ആദ്യമായിട്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ, ഏട്ടത്തി, അമ്മയുടെ ഇഷ്ടത്തിനപ്പുറം ഒരിഷ്ടവും എൻ്റെ മനസ്സിലില്ല ഏട്ടത്തി എന്ന് നമ്മുടെ ആര്യൻ മീനുവിനോട് പറയണു. അമ്മയുടെ ഇഷ്ടം സാധിക്കാൻ വേണ്ടി അമ്മ മകൻ്റെ കാല് പിടിച്ചു. ഏട്ടത്തി അതൊക്കെ കണ്ടതല്ലേ എന്ന് ചോദിച്ചു. ഇതിലും വലിയ പാപം എന്താ എനിക്ക് കിട്ടാനുള്ളത്? അതൊരു വലിയ പാപം തന്നെയല്ലേ ഏട്ടത്തി? ഇന്നലെ ഇവിടെ പ്രഭാഷണത്തിൽ കേട്ടു, ശ്രീകൃഷ്ണനും അമ്മയും തമ്മിലുള്ള ബന്ധം. ഏട്ടത്തെയും കേട്ടതല്ലേ? അമ്മയുടെ ഏതൊരാഗ്രഹവും ഉണ്ണികൃഷ്ണൻ സാധിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അതുപോലെ എൻ്റെ അമ്മയുടെ ഈ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കും ഏട്ടത്തി. ഞാനത് കൊടുക്കുമെന്നും പറഞ്ഞു ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചൂട്ടി പോയിരിക്കുന്ന നമ്മുടെ ആര്യൻ്റെ അടുത്തേക്ക് ഭായ് എന്നും പറഞ്ഞു നന്ദൻ വരുന്നു. എന്താ ഭായ്? എന്താ ഭായിക്ക് ഒരു വിഷമം? എന്തു പറ്റി? മുഖമൊക്കെ ആകെ ഇരുണ്ട് കൂടിയിരിക്കുന്നല്ലോ, കാർമേഘം നിറഞ്ഞതുപോലെ. എന്തു പറ്റി? മുഖം കണ്ടാലിപ്പോൾ പെരും മഴ പെയ്യുമെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. ഒന്നുമില്ല എന്ന് പറയുന്ന നമ്മുടെ ആര്യനോട്, അതല്ല എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു. മുഖം മനസ്സിൻ്റെ കണ്ണാടിയല്ലേ, എനിക്കതൊക്കെ അറിയാം. എന്തോ ഒരു പ്രശ്നം അകത്ത് കിടന്ന് തിളച്ചു മറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഒന്നുമില്ല സുഹൃത്ത്, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കാൻ ആര്യം പറയാം. അപ്പം നമ്മൾ ചെങ്ങാതിമാരല്ലേ, എന്നിട്ടും ഇങ്ങനെ നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ സംസാരിച്ചാലോ? അപ്പം താനെന്താ എനിക്കൊരു സമാധാനം തരില്ലേ? ഒന്ന് പോടോ എന്ന് പറഞ്ഞ ആര്യൻ. മനുഷ്യനിവിടെ ഭ്രാന്തിൻ്റെ വക്കയിൽ നിൽക്കുക, സമയവും സന്ദർഭവും നോക്കാതെ വന്നിരിക്കുന്നു വളവളാന്ന് വാചകം അടിച്ചോണ്ടെന്ന് പറഞ്ഞപ്പം, ഭായ് ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ആരും പിടിച്ചൊരു ഒറ്റ തള്ള്. നമ്മുടെ നന്ദൻ പോയി വീണു. അപ്പോൾ സോറി എന്നും പറഞ്ഞുകൊണ്ട് ആരും ചെന്നു. അയ്യോ, ഞാൻ വീണതും മണ്ണ് പറ്റിയതൊന്നും ഒരു പ്രശ്നമേ അല്ല, പക്ഷെ ഭായ് പറഞ്ഞില്ലേ കടന്നു പോകാൻ, അതെന്നെ വേദനിപ്പിച്ചു എന്ന് നമ്മുടെ നന്ദൻ പറയാം. അപ്പം ഞാനൊരു വലിയ പ്രശ്നത്തിൻ്റെ നടുവിലാണ്, പറഞ്ഞാൽ അത് തനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞപ്പം, മനസ്സിലാവോ ഇല്ലയോ എന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവൂ, ഒന്ന് പറയടോ കേൾക്കട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ നന്ദൻ. ഈ സമയത്ത് ആര്യൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കും. തൻ്റെ മുഖഭാവം വെച്ച് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. എന്തോ കല്യാണക്കാരുമാണ് വിഷയം അല്ലേ എന്നിങ്ങനെ നന്ദൻ ചോദിച്ചപ്പോൾ ആര്യൻ ഇങ്ങനെ തുറച്ചു നോക്കുന്നിടത്ത് കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.